ടാ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കില്ലേ ആലോചിക്കുമ്പം പെട്ടെന്ന് എപ്പോഴോ കടന്നുപോയ ഒരു ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് ഓടി വന്നത് കേട്ടോ. ബീച്ചിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6 മാസം, 1 വർഷത്തിന്റെ ഉള്ളിലായിരുന്നു. ഞങ്ങള് ഫാമിലി ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം നിനക്കറിയാലോ എനിക്കിങ്ങനെ കുഞ്ഞു പിള്ളേരെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഇങ്ങനെ എവിടെ പിള്ളേരുണ്ടെങ്കിലും ഇങ്ങനെ ഞാൻ കുറേ നേരം ഒബ്സർവ് ചെയ്യും. ഒരു കുട്ടി ഫുൾ ടൈം കളിയായിരുന്നു. കയ്യിലൊരു ബലൂൺ ഉണ്ട്. അപ്പൊ ഓടി നടക്കുക, കളിക്കുക. അപ്പൊ ഈ കുട്ടിയെ ഞാൻ നോക്കുന്നുണ്ട്. വേറെ കുട്ടികളും ഉണ്ട്. പെട്ടെന്നൊരു നല്ല കാറ്റ് വന്നപ്പോ പെട്ടെന്ന് ഞാൻ ഈ കുട്ടിയാണ് നോക്കിയത്. എന്തെന്ന് പറഞ്ഞാൽ കയ്യില് ബലൂൺ ഉണ്ടായിരുന്നു. അതങ്ങനെ പോയി. അയ്യോ! അപ്പൊ ഞാൻ ഈശ്വരാ! ഇതായിരുന്നു എന്റെ പെട്ടെന്നുള്ള റിയാക്ഷൻ. പക്ഷേ ഐ വാസ് സോ സർപ്രൈസ്ഡ്. ഈ കുട്ടി എന്താ ചെയ്തതെന്നറിയോ? ആ പോയ ബലൂണിനെ നോക്കി കുറച്ചു നേരം ഓടി. കുറച്ച് ദൂരം ഓടി. എന്നിട്ട് ക്ലാപ്പ് ചെയ്ത് ടാറ്റാന്ന് പറഞ്ഞിട്ട് നിന്നു. അപ്പൊ എന്റെ അമ്മ, "അയ്യോ! മോളെ അത് കുഴപ്പമില്ല ട്ടോ." അമ്മയും ഓർത്തിട്ടുണ്ടാവും ഈ കുട്ടി ഇപ്പൊ കിടന്ന് ആ. കരയുംന്ന്. ഉടനെ പറയാ, "അതിന് മീനു ഒന്നും പറഞ്ഞില്ലല്ലോ." മീനു എന്നാണ് ആ കുട്ടിയുടെ പേര്. എനിക്ക് അതുവരെ ഉം. നല്ല ഓർമ്മയുണ്ട്. "പിന്നെ മീനു ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. അച്ഛൻ വരുമ്പോ അച്ഛൻ വേറെ ബലൂൺ എനിക്ക് വാങ്ങി തരുമല്ലോന്ന്." ശരിക്കും അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു പൊസിഷൻ ഒക്കെ എത്തിക്കഴിഞ്ഞാലോ അങ്ങനെയൊക്കെയാണെന്നാണ് നമ്മുടെ ഒരു വിചാരം. എല്ലാ കുഞ്ഞു മൊമെന്റിലും ഈ പറയുന്ന ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് അതിനൊന്ന് നോക്കിയെടുത്താൽ മതി, അല്ലേ? എക്സാക്ട്ലി. ഞാൻ എന്താ പറയുക, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് സ്റ്റേറ്റ് ആണ്. അതായത് ഇത്രയും കാര്യം ഞാൻ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഹാപ്പി ആവും. ഇങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആക്ച്വലി അതല്ല. നമ്മുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വരുന്ന ഓരോ മൂമെന്റ്സ് ആണ് ആക്ച്വലി ഈ ഇമോഷൻ, ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഇമോഷൻ. അത് വളരെ സിമ്പിളായ കാര്യങ്ങളിൽ നിന്ന് കിട്ടാം നമുക്ക്. ലൈക്ക് ഒരു നല്ല കപ്പ് ചായ കുടിക്കുമ്പോൾ ഒരു സുഖം. അതൊരു ഹാപ്പി മൂമെന്റ് ആണ്. ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ ചിറ്റ് കോൺവെർസേഷൻ, അത് നമ്മുടെ വളരെ പോലെ അതെ, അതൊരു ഹാപ്പി മൂമെന്റ്. ഇനി ഒന്നുമില്ല, ആരും ഇല്ല, നമ്മൾ വൈകുന്നേരം നമ്മളെ ഗാർഡനിൽ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് ഇതും ഒരു ഹാപ്പിനെസ് തന്നെയല്ലേ? അപ്പൊ പുറത്തെവിടെയും തിരയേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഇമോഷൻ. അതെ. പക്ഷേ ഈ ഹാപ്പിനെസ്സിന് കുറെ ബ്ലോക്കേജസും ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങള് നമ്മുടെ ഈ ഹാപ്പിനെസ് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളുടെ കയ്യിന്ന് അങ്ങ് തട്ടിപ്പറിച്ചുകൊണ്ട് വരും. അതിനകത്ത് ആദ്യത്തെ കാര്യമാണ് കമ്പാരിസൺ, വിച്ച് ഈസ് നോട്ട് ഗുഡ്. കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ കൊലീഗ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നെയ്ബേഴ്സ് ആരും ആയിക്കോട്ടെ, നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാത്തിനും പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ചെയ്യും. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലും നമ്മൾ പെർഫെക്റ്റ് ആവണം. പെർഫെക്റ്റ് ആവണമെങ്കിൽ എന്താ പറ്റുക? നമ്മൾ അതിനകത്ത് കുറേ സ്ട്രെസ് എടുക്കും. അപ്പം ആ സ്ട്രെസ്സിന്റെ അടുത്ത് നമ്മൾ ആ പ്രൊസീജിയറിന് ഹാപ്പി ആവാൻ, ആ പ്രോസസ്സിൽ ഹാപ്പി ആവാൻ നമ്മളങ്ങ് വിട്ടുപോവുക. മൂന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയ. എല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്നത് 99% കറക്റ്റ് അല്ല. നമ്മൾ കുറേ റീൽസിൽ വരെ തമാശയായിട്ട് കാണാറുണ്ട്. അപ്പം ഇതൊന്നും ശരിക്കും ആക്ച്വലി നടക്കുന്നതല്ല. അപ്പം സോഷ്യൽ മീഡിയ കണ്ടിട്ട് നമ്മൾ അയ്യോ നമ്മൾ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് റിഗ്രറ്റ്സ്. നമ്മൾ കഴിഞ്ഞു പോയ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും അതേപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അയ്യോ അപ്പോൾ ടെൻഷനാവും. പോയിന്റ്. എവിടെ പോയി ഹാപ്പിനെസ്? പോയി. പിന്നുള്ളത് നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി. ഇവിടെ ഒരു കാര്യമുണ്ട്. പ്രിയങ്ക ചോപ്ര പറയുന്ന ഒരു കാര്യാട്ടോ. ഐ ഡോണ്ട് ലൈക്ക് ടു റീഡ് മൈ ബുക്ക് ബാക്ക്വേർഡ്സ്. എപ്പളും പറയുന്ന. അതുപോലെ ഫ്രോസണിലും ഒരിതില്ലേ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന പാട്ട് എന്റെ ഫേവറേറ്റ് പാട്ടാണ്. അപ്പൊ പാസ്റ്റിനെ നമ്മൾ പിന്നെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഫ്യൂച്ചർ വറീസും. എന്തിനാ ഫ്യൂച്ചറിനെ പറയുന്നേ? ആ വറി തന്നെ നമ്മുടെ ഹാപ്പിനെസ്സിനെ കൊണ്ടുപോകും. അല്ലേ? അപ്പൊ രഞ്ജു നമുക്ക് പറഞ്ഞു തന്നു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ഹാപ്പിനെസിനെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് അതിനെ തിരിച്ചെങ്ങനെ ഇൻവൈറ്റ് ചെയ്യാന്ന് നോക്കാം. ഫസ്റ്റ് തിങ് അവള് പറഞ്ഞ പോയിന്റ് തന്നെ, കമ്പാരിസൺ ടോട്ടലി സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ ലൈഫിന്റെ ഉള്ളിലേക്ക് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന നല്ല നല്ല മൂമെന്റ്സ്. അതിനെ എടുക്കുക, അതിനെ എൻജോയ് ചെയ്യുക. കൂടാതെ എന്തൊക്കെ ഹാപ്പിനെസ്, ചെറുതാവട്ടെ വലുതാവട്ടെ, വലിയ അച്ചീവ്മെന്റ്സ് ആണെങ്കിലും ചെറിയ ഹാപ്പിനെസ് ആയാലും എന്ത് കിട്ടിയാലും അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ബി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറി സ്മോൾ തിങ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ അവർ ലൈഫ്. അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ എന്താ അറിയോ, നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യും ഹാപ്പിനെസ് നോട്ടീസ് ചെയ്യാൻ. അപ്പം നമ്മൾ കൂടുതൽ ഹാപ്പി ആവും. ഇപ്പം നമ്മൾ ലൈഫിനെ ഇപ്പോൾ ആലോചിച്ച് നോക്കുക ചേട്ടാ, നമ്മൾ ലൈഫ് ഒരു വലിയ കടലാരിച്ചോളൂ.
ഓക്കെ. കടലിൽ പല ടൈപ്പ് വേവ്സ്, ഹൈ വേവ്സ്, പിന്നെ സ്മോൾ വൺസ് ഒക്കെ ഉണ്ടാവും. പിന്നെ കുറെ പെബിൾസ് ഉണ്ട്, സീഷെൽസ് ഉണ്ട്, അതുണ്ട്. അതിൽ നിങ്ങൾ വിചാരിച്ചു നോക്കൂ, അതിൽ ഏതോ ഒരു ഷെല്ലാണ് നമ്മളെ ഹാപ്പിനെസിന്റെ വെച്ചാൽ അത് അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ എന്ന് അത് നോക്കി പിക്ക് ചെയ്ത് എടുക്കണു അപ്പോഴല്ല അതിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഈ ഹാപ്പി മൂമെന്റ്സ് നമ്മുടെ ലൈഫിൽ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അതൊരു ഡെസ്റ്റിനേഷൻ എത്തണം എന്നില്ല, ഈ വഴിയിൽ നമുക്ക് കിട്ടും. അത് പിക്ക് ചെയ്ത് എൻജോയ് ചെയ്യുക. അതെ. So never forget to count your blessing and then save and treasure all the happy moments you have. Thanks for watching Echoes of Her with Ren and Go.